ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ചെറുതായിട്ട് ഒരു ബസ് മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടുകാരും വിചാരിക്കും ബ്രോ ഇത് എന്തിൻ്റെ ബസ് മീറ്റപ്പ് ആണെന്ന്, ബ്രോയുടെ ഗ്യാങ്ങിൻ്റെ ആണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോയുടെ ഗ്യാങ് ഏതാണെന്ന് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട്, ബ്രോയുടെ ബസ് ഗ്യാങ് ഏതാണെന്ന്. അപ്പോൾ ഈ നമ്മൾ ലോക്കയിലാണ് ഉള്ളത്, ലോക്കയിലെ ബസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്ത് ഇറക്കിയാണ്. അപ്പോൾ കുറേ പേരുടെ ഒരു ഊഹമായിരിക്കും ബ്രോ എങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്, ബ്രോ തന്നെ ചെയ്യുന്നതായിരിക്കും അല്ലേ എന്ന്. അപ്പോൾ ഈ ഒരിക്കലും ഞാൻ എൻ്റെ വണ്ടിയുടെ ഡിസൈനൊന്നും ഞാൻ തന്നെയല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നതും. അവൻ്റെ പേര് ജെസ്സി എന്നാണ്. എന്തായാലും ജെസ്സിനെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ അവൻ്റെ ഐ ഡി വേണ്ട കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ വേറൊരുത്താണ് ഇപ്പോൾ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ നമ്മുടെ ഫ്രണ്ടേ വെട്ടിച്ച് കയറിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നേരെ പോയിട്ട് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണം, അപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും വരും. എല്ലാ ബസ്സും ഞാൻ കാണിച്ചു തരാം ഗീസ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബസ്സുകളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നുള്ളൂ, കാരണം എല്ലാവരും ഒന്നും വന്നിട്ടില്ല. എല്ലാവരും വരുവാണെങ്കിൽ ഗൈസ് നിങ്ങൾ കണ്ണ് തള്ളി നിൽക്കും. അമ്മാതിരി ഡിസൈനൊക്കെയാണ്, നമ്മുടെ കേരളത്തിൽ പോലും ഇല്ലാത്ത ഡിസൈനൊക്കെയാണ്. എൻ്റെ ബസ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കൃഷ്ണൻ്റെയും രാധയുടെയും അതുപോലെ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്തിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എത്ര കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്നെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ബസ് ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗീസ്. അവരെല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണട്ടെ. എന്തായാലും ഗീസ് നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഗീസ് നമ്മളാണെങ്കിൽ ഈ ഒരു ഇതില്ല ഗീസ്, നമ്മുടെ ഒരു ബ്രിഡ്ജോ ഇത് മേളിക്കൂടെ ഒരു ബ്രിഡ്ജ് കണക്കത്തെ സാധനമുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെയാണ് വണ്ടി ഇടാനായിട്ട് പോകുന്നത്. അതാകുമ്പോൾ പകുതി വെട്ടം നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും ഗീസ് ഞാൻ നൈസായിട്ട് ഇവിടെ നടുക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലേസ് വേറെ ആരെങ്കിലും വന്ന് പിടിക്കും ഗീസ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ അക്കു ബ്രോ ആണെന്ന് തോന്നുന്നു, ഒരു ബ്രോയും നമ്മുടെ കൂടെ വന്ന് നേരെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും പാർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടികൾ രണ്ടും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇനി വണ്ടികൾ വരാനായിട്ടും ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും. വണ്ടിയൊക്കെ ഇറക്കിയായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇതാണ് ബ്രോയുടെ വണ്ടി, കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ വണ്ടി അല്ലെങ്കിലും പൊളിയല്ലേടാ. അതേ നീ നോക്കിയേ, നീ സൈഡൊക്കെ ചെന്ന് നോക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം വിട്ടുപോയി. എല്ലാവരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് മാപ്പിൽ കാണാനായിട്ട് പറ്റും. അവരെല്ലാ കൂട്ടുകാരും വരട്ടെ. അപ്പം ഞാൻ എല്ലാവരെയും വണ്ടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ബ്രോ അതല്ല, എൻ്റെ ഒരു സംശയമാണ് ബ്രോ, എങ്ങനെയാ ബ്രോ ഈ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ഇങ്ങനെ ബസ്സിൽ ചെയ്യുന്നത്? ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ രാധേനെയും കൃഷ്ണനെയും ഒക്കെ വെച്ചിരിക്കുന്നത് എങ്ങനെ ബ്രോ? വേറെ ആരുടെയും വണ്ടിയിൽ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ കാര്യം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ ജെസ്സി ബ്രോ ആണ് ഗൈസ് എനിക്ക് ഈ വർക്ക് തന്നത്. എന്തായാലും നിങ്ങളോടൊക്കെ കൂടെ ഞാൻ പറയുകയാണ്, ഇതാണ് നമ്മുടെ രാധയും കൃഷ്ണനെയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്രയും നല്ല കിടിലം പോലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ കണ്ണി നോക്കുമ്പോൾ തന്നെ ജീവനുള്ള ഒരു ചിത്രം പോലെ നമുക്ക് തോന്നും ഗീസ്. അത്രയ്ക്കും നല്ല പെർഫെക്ഷനൊക്കെ വെച്ചാണ് പുള്ളി നമുക്ക് ചെയ്തു തന്നത്. പുള്ളി അങ്ങനെയാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഗെയിമിലെ വർക്കായാലും പുള്ളി നല്ല കിടിലം പോലാണ് ചെയ്യുന്നത്. എന്തായാലും എല്ലാ കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓരോ ബസ് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഹൈപ്പർ ആണെന്ന് തോന്നുന്നു ഗീസ്, ഏറ്റവും കൂടുതൽ വാഴയാണ് അവനാണെന്ന് തോന്നുന്നു ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഗീസ് എൻ്റെ BM എവിടെ പോയിന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു. നമ്മുടെ സ്കൈപ്പിൻ്റെ കയ്യിലായിരുന്നു ഞാൻ എൻ്റെ BM കൊടുത്തത്. നമ്മുടെ CPM 1 നമ്മൾ കൃഷ്ണൻ്റെ BM മേടിച്ചപ്പോഴത്തേക്കും നമ്മുടെ BM പോകണ്ടെന്ന് വെച്ച് ഞാൻ സ്കൈപ്പിൻ്റെ കയ്യിലോട്ട് കൊടുത്തായിരുന്നു. സ്കൈപ്പ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. എന്തായാലും ഗീസ് ആ പുള്ളിയാണ് എൻ്റെ വണ്ടി നല്ല രീതിക്ക് നീറ്റായിട്ട് തന്നെയാണ് ഗീസ് ഇപ്പോഴും കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അല്ലേടാ നീ മീറ്റപ്പ് വെക്കാന്ന് പറഞ്ഞു, പിന്നെ ഇന്നെന്താടാ പെട്ടെന്ന് വിളിക്കാൻ? സാധാരണ നീ എന്നെ അങ്ങനെ ആവശ്യത്തിന് മാത്രമല്ലേ വിളിക്കാറുള്ളൂ. അങ്ങനെയൊന്നും അല്ലടാ, ഇന്നലെ എനിക്ക് പനിയായിരുന്നു, അത് കാരണം ഞാൻ മീറ്റപ്പ് വെക്കാൻ. ഗീസ് നിങ്ങളോടും കൂടാണ് ഞാൻ ഇന്നലെ മീറ്റപ്പ് വെക്കാഞ്ഞത്, വേറൊന്നും കൊണ്ടിട്ടല്ല, എനിക്ക് പനിയായിരുന്നു. അത് കാരണം ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വെച്ചു ഗീസ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കാരണം നമ്മൾ ഈ ലോക്കയുടെ ബസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓരോന്ന് വെച്ച്. പിന്നെ ഗീസ് ഇതിൻ്റെ അകത്ത് കുറേയധികം ഡിസൈൻ വർക്ക് നല്ല രീതിക്കുള്ള ബസ്സുകളുണ്ട്, പക്ഷേ എല്ലാത്തിനെയും ഒന്നും വിളിച്ചിട്ടില്ല, കാരണം എല്ലാവരും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അലമ്പാവും. അത് കാരണമാണ് ഞാൻ ആരെയും അങ്ങനെ വിളിക്കാഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കൃഷ്ണൻ്റെ എഡിഷനുള്ള ബസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ കൊള്ളാം, നമ്മുടെ ഗോജോ ബ്രോ ആണ് ഇതിൻ്റെ വർക്ക് ചെയ്തത്. എന്തായാലും ഇവരെയൊക്കെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം പോലെ തോന്നും. ഇത് അറിയാത്തവർക്ക് വലിയൊരു പിടിപാട് കാണത്തില്ല. ഇൻസ്റ്റയിൽ പേജൊക്കെ ഉള്ളവരാണ് ഇവർക്കേലാണ് മിക്കവരും ഡിസൈൻ വർക്കൊക്കെ കൊടുക്കുന്നത്, നമ്മുടെ വണ്ടിയുടെയൊക്കെ. അതുപോലെ തന്നെ ഗെയിമിലെ വർക്കൊക്കെ അവർ പക്കയായിട്ട് തരും. കൃഷ്ണനെയാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ കൊള്ളാമല്ലേ, നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലെജൻഡ് CPM
ആണെന്ന് തോന്നുന്നു ഈ ഒരു വണ്ടി. നമ്മുടെ ഗ്യാങ്ങിലുള്ള ഒരു മെമ്പർ തന്നെയാണ്. ലോക്കി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിഷൻ നെയിം ലെജൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെയാണെങ്കിൽ ലോക്കി എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എഡിഷൻ നെയിം കേൽബോയ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനും ഡ്രാഗൺ അങ്ങനെ എഡിഷൻ നെയിം ഉണ്ട് ഗീസ്. കുറേ എഡിഷൻ നെയിം ഉണ്ട്. ഒരു വണ്ടിക്ക് മെയിനായിട്ടുള്ളൊരു പേരും കാണും, അതുപോലെ തന്നെ അതിൻ്റെ എഡിഷൻ നെയിമും കാണും. അങ്ങനെയാണ് മിക്ക ഗ്യാങ്ങും ചെയ്യാറുള്ളത്. നമ്മുടെ ഗ്യാങ്ങും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വണ്ടി ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവന്മാർ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നെ ഇവന്മാർ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഇവന്മാരും ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ വിട്ടേക്കാനായിട്ട് പോവാണ്. വണ്ടി ഓടുമ്പോഴുള്ള ഒരു ലുക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. കുറേ കൂട്ടുകാർക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാനാണ് കുറച്ചുകൂടി ഇഷ്ടം. നമ്മുടെ വണ്ടിക്ക് വേറൊരാൾ ഓടിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇതായിട്ട് കാണിക്കാമായിരുന്നു. ഞാൻ അവന്മാർക്ക് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും എൻ്റെ വണ്ടി ഓടിക്കാമെന്ന്. പക്ഷേ കൈസ് എല്ലാവർക്കും വണ്ടിയുള്ള കാരണം തന്നെ ആർക്കും ഓടിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ആപ്പാടുള്ളത് സ്കൈപ്പാണ്. സ്കൈപ്പ് എന്തോ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ചെക്കൻ റൂമിലോട്ട് കയറി വന്നത്. അത് കാരണം അവൻ ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു ഞാൻ എന്നാൽ ലൈനായിട്ട് വണ്ടി പോകണമെന്ന്. ഞാൻ ഫ്രണ്ടേ പോയിട്ട് നമുക്ക് ലൈനപ്പ് ആക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേസ് എല്ലാവരും ഇപ്പോൾ ലൈൻ കണക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി പയ്യെ മൂവ് ചെയ്യിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓരോ വണ്ടിക്കും ഓരോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കാണ് കേസ് നമ്മളെല്ലാവരും തന്നെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ വണ്ടി കൊണ്ടു നടക്കുന്നതും. പിന്നെ പുതിയ പുതിയ വണ്ടികൾ നമ്മൾ ഇറക്കാനുമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗീസ് എന്തായാലും എല്ലാവരും വണ്ടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരു റൈഡ് പോവാം. ഞാനാണെങ്കിൽ കുറേയധികം സോങ് തപ്പിയായിരുന്നു ഗീസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാത്തിനും കോപ്പിറൈറ്റ് ഒക്കെ ഉണ്ട്. അത് കാരണം ഞാൻ പിന്നെ വിചാരിച്ചു സോങ് ഒന്നും വേണ്ട, സോങ് ഇല്ലാതെ പോസ്റ്റൊന്നും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. ഇപ്പോഴെല്ലാവരും വാലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗീസ്. എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എല്ലാവരും ഇപ്പം ബാക്കേ ഇങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഒരു വാല് കണക്ക് വരുന്ന കണക്കുണ്ട്. ലൈസ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓരോ ബസ്സും ഇങ്ങനെ വരുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല രസം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലായിട്ട് അനിമലിൻ്റെ ഒരു എഡിഷനിലെ വണ്ടിയുണ്ട്. ലോക്കെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അനിമൽ എന്ന് പറഞ്ഞ എഡിഷൻ നെയിം കൊടുത്തൊരു വണ്ടിയുണ്ട്. അത് നൈസാണ്. അതിൻ്റെ വർക്കും അടിപൊളിയാണ്. ഇതുപോലെ തന്നെ കുറേയധികം വണ്ടികളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും വിളിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു വിഷയം. നമ്മളാണെങ്കിൽ എല്ലാവരെയും വിളിച്ചില്ല. എല്ലാവരെയും വിളിച്ചിരുന്ന ഇതൊന്നുമല്ല, ഒരു 10, 16, 17ഓളം വണ്ടികളുണ്ട് നമുക്ക്. പക്ഷെ അതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇത്രയും നിൽക്കത്തുമില്ല. പിന്നെ ഈ ഒടുക്കത്തെ ലാഗമാകും. അത് കാരണം നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. എല്ലാവരും അത്യാവശ്യം എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഗീസ് വണ്ടി പയ്യെ ഓടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല രസമാണ് ഗീസ് വണ്ടി ഓടിക്കാനായാലും. പിന്നെ ഗീസ് കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചൊരു കാര്യമാണ്, ബ്രോ ഈ ഗെയിം ഏതാണെന്ന്. ഗീസ് വീഡിയോ കണ്ട് പകുതിയായാലും ഗെയിം ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ CPM 1 ആണ്. CPM 1ഉം 2ഉം ഞാൻ കളിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഡൗൺലോഡ് ചെയ്താലും ഇപ്പം നിങ്ങൾ നല്ലൊരു ഡിവൈസ് ഉള്ളവരാണെങ്കിൽ ഞാൻ CPM 2 കളിക്കാനേ കൂടുതലും പറയത്തുള്ളൂ. പിന്നെ ഈ കുറേ പേര് എല്ലാവരും കളിക്കുന്നത് സാധാരണ CPM 1 ആണ്. കാരണം ലോ എൻ്റെ ഡിവൈസിലും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഗീസ് നമ്മൾ നേരെ ഡെസേർട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഗീസ്. ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വല്ലയിടത്തും പാർക്ക് ചെയ്യാം. അതിൻ്റെ അടുക്കാണെങ്കിൽ ഒരു ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടു. സാധാരണ നമ്മുടെ ഗെയിമിൽ അങ്ങനെ ട്രെയിൻ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ആ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ട്രെയിൻ നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അമ്മമാർക്ക് ഞാൻ പറഞ്ഞു എടാ ട്രെയിൻ പോകുന്ന കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ വന്നതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പോഴത്തേക്കും ഇപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ ട്രെയിനുള്ള കാര്യം. നിങ്ങൾക്കിത് നേരത്തെ അറിയാവോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒട്ടും മറക്കരുത്. വണ്ടി ഓടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിലായിട്ട് ഞാൻ അനിമലിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ ലോക്കയിലെ അനിമൽ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അതാണ് ഗീസ് ഇത് കൊള്ളാമല്ലേ, നൈസായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗീസ് അതിൻ്റെ ഒരു ജീവൻ, ആ ഒരു പ്രിൻ്റിലൊരു ജീവനുള്ള പോലെ നമുക്ക് തോന്നും ഗീസ്. അതങ്ങനെയാണ് ഇത് ചെയ്ത ബ്രോയുടെ വർക്കിൻ്റെ ഗുണമാണ് ഗീസ് അത്. കാരണം അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പേരേ ഉള്ളൂ നമ്മുടെ CPMൽ. നമ്മുടെ ഗോജോ ബ്രോ അതുപോലെ തന്നെ ജെസ്സി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നവർ കുറവാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ല. ഇനി ചെയ്യുന്നവർ കാണും, ചിലപ്പോൾ ഞാൻ അറിയാത്തതും ആയിരിക്കും. ഒരു ബ്ലാക്ക് വണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഗ്ലോസി ആയിട്ടില്ല ഗീസ്, തിളങ്ങുന്നുണ്ട് ആ പ്രിൻറ്റിൽ. അതുപോലെ തന്നെ ആ കൃഷ്ണൻ്റെ വണ്ടി, പിന്നെ നമ്മുടെ റെഡ് ഫോക്സ് എല്ലാം അടിപൊളിയാണ്. ഇങ്ങനെ കുറേ എണ്ണം ഇറക്കാനായിട്ട് നിപ്പുള്ള വണ്ടികളും ഉണ്ട് ഗീസ്. ഞാനാണെങ്കിൽ യുമാർക്ക് ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, എടാ ലൈനപ്പ് ആക്കി ഇടണമെന്ന്. യുമാർ ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ ഗീസ്. ഒരുത്തനാണെങ്കിൽ വണ്ടി ബാക്കോട്ട് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. ലൈനപ്പാക്കി ഇട്ടുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ചിലവരാണെങ്കിൽ സൈഡിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ എല്ലാവരും അറേഞ്ച് ചെയ്തിരിക്കുവാണ്. ഞങ്ങളാണെങ്കിൽ
ഇവിടെ ഒരു 3 അഡ്മിൻസ് ഉണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്. അവരാണ് അത്യാവശ്യം എല്ലാം മാനേജ് ചെയ്യുന്നത്, എങ്ങനെ ഇടണം എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അത് കാരണം തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഗ്യാങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുറേ കൂട്ടുകാർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആക്റ്റീവ് പ്ലെയേഴ്സിന് നമ്മൾ എടുക്കുന്നതായിരിക്കും. എന്തായാലും ഈ വണ്ടികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇത്രയധികം ലെങ്ത് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.